ഹായ് ഫ്രണ്ട്സ്, ഐ ആം നഫിൽ ഹംസ. നമ്മുടെ യൂട്യൂബിലുള്ള ഒരുപാട് മെമ്പേഴ്സും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള അതുപോലെ നമ്മുടെ വാട്സപ്പിലുള്ള ഒരുപാട് മെമ്പേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എക്സലുമായി ബന്ധപ്പെട്ട കുറച്ച് ഷോർട്ട് വീഡിയോകൾ ചെയ്യാനായിട്ട്. നമ്മുടെ ഓൺലൈൻ ഗൾഫ് അക്കൗണ്ട്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ ദിവസേന എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് തീരെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ആണ് നമ്മളുടെ ഓരോ വീഡിയോ ചെയ്യാനായിട്ടും ഒരുപാട് സമയം പിടിക്കുന്നത്, ഡിലേ വരുന്നത്. യൂട്യൂബിൽ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് കുറവാണ്, കാരണം ഒരുപാട് ക്ലാസ്സുകൾ ദിവസേനയുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എന്തായാലും ഞാനിനി കുറച്ച് വീഡിയോകൾ എക്സലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ഇനി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് ആണ് എന്ത് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് തരാൻ പോണേ. നമ്മുടെ ഓൺലൈൻ ഗൾഫ് അക്കൗണ്ട്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ള ആൾക്കാർക്ക് എൻക്വയറി എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ വാട്സപ്പ് നമ്പർ കണ്ടില്ലേ, 9497402553, അതിലേക്ക് അയക്കുക. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, നമുക്ക് നേരിട്ട് നമ്മളുടെ ഈ ടോപ്പിക്കിലേക്ക് ഒന്ന് കിടക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എക്സലിൻ്റെ വർക്ക് ബുക്കാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് എക്സലിൻ്റെ വെർഷനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഫയലിൽ പോയിട്ട് ഇവിടെ കണ്ട അക്കൗണ്ട്, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വെർഷൻ ഈ വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വെർഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പോവുക. കണ്ടോ? ഇവിടെ പോയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ ടാബുകൾ എടുക്കുന്നുണ്ട് അല്ലേ. അതിലത്തെ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കിടക്കുന്ന അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഏതാണ് വെർഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നേരെ ബാക്കിലേക്ക് വന്നു. ഈ വേർഷനിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം കണ്ടോ, ഓട്ടോ സേവ് ഉണ്ട്. ഞാനിത് ഇവിടെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എന്ത് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ അത് സേവ് ആയി പോയിക്കോളൂ. ഞാൻ പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേടിക്കണ്ട, ആ ഡാറ്റ മുഴുവൻ അതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഫംഗ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് ഡാറ്റകളൊക്കെ എൻ്റർ ചെയ്തിട്ട് പെട്ടെന്ന് സേവ് ചെയ്യാൻ വിട്ടു, അത് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ കിട്ടണ്ടേ. ആ ഡാറ്റ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫംഗ്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഫയലിൽ പോവുക. ഫയലിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാം. കണ്ടോ? ഈ ഓപ്ഷൻസിൽ സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടോ ഇവിടെ സേവ്. ആ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ഓട്ടോ റിക്കവറി ഇൻഫർമേഷൻ എവരി, നിങ്ങളുടെ ഡിഫോൾട്ടായിട്ട് 10 മിനിറ്റ്സ് ആവും എടുക്കുന്നുണ്ടാവുക. അതൊന്ന് മാറ്റിയിട്ട് 1 മിനിറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ പേജ് ക്ലോസ് ആയി പോയി എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഫയലിൽ വന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഓപ്പൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ കണ്ടോ റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. ഫയലിൽ പോയിട്ട് ഓപ്ഷൻസിൽ വരാം. ഓപ്ഷൻസിൽ പോയിട്ട് ഇവിടെ സേവ്സ് കണ്ടോ, ആ സേവിൽ ജസ്റ്റ് 1 മിനിറ്റ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ 1 മിനിറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് ശേഷം പിന്നെ ബാക്കി എന്ത് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് സേവ് ആയി പോയിക്കോളും, നമുക്ക് സുഖമായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ജനറലിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് ഓരോ പേജിലും കണ്ടു ഇപ്പോൾ ഇവിടെ ഇതിൽ കിടക്കുന്നത് ഈ ഫോർമാറ്റ്, ഫോണ്ടിൻ്റെ ഫോർമാറ്റ് കാലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാം, ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഫോണ്ടാണ് വേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഒക്കെ ഇവിടെ കണ്ടോ, പേജ് എത്ര എണ്ണം വരണം, ഞാൻ വർക്ക് ബുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര പേജ് വേണം എന്നുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് അതാണ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മറ്റുള്ള ഒരുപാട് ഇതിൽ എന്തുണ്ട് ഈ ഓപ്ഷൻസിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ ഞാനിത് ഓക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പറയാനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ കണ്ടോ ടാബുകൾ എടുക്കുന്നുണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകൾ എടുക്കുന്നുണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് കമൻറ്റ്സ് എടുക്കുന്നുണ്ട് അല്ലേ. എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണ്ട, ഈ ടാബോ ഈ ഗ്രൂപ്പ്സോ ഒന്നും വേണ്ട എങ്കിൽ ഷോർട്ട് കട്ടായിട്ട് ഇതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഒന്നും കൂടി അമർത്തി പിടിക്കുക ഒരുമിച്ചിട്ട്. കൺട്രോൾ ഷിഫ്റ്റ് F1 എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതെന്തായിപ്പോയി, ഹൈഡായിപ്പോയി. ഓക്കെ, ഇനി നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് F1 എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതവിടെ അപ്പിയറായി. കണ്ടോ? അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് F1 ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഞാനൊന്നും കൂടി യൂസ് ചെയ്യാം, കൺട്രോൾ ഷിഫ്റ്റ് F1. ഈ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ കൺട്രോൾ ഷിഫ്റ്റ് F1 മാത്രം പോരാ, അതിലൊരു ഫങ്ഷണൽ കീ കാണാം FN, അതും കൂടി ഒരുമിച്ച് ക്ലിക്ക് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് FN, ദെൻ ആ F1 എന്നുള്ള ഫങ്ഷണൽ കീ FN അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് F1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് കൺട്രോൾ ഷിഫ്റ്റ് F1. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഈ ടാബ് മാത്രം മതി, മറ്റുള്ളതൊന്നും വേണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ, ഷോ ടാബ്സ് ഓൺലി, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺട്രോൾ ഷിഫ്റ്റ് F1 അത് ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതേ ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വരും, ഒരു വ്യത്യാസമില്ല. കണ്ടോ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം. ഞാനത് തിരിച്ച് വീണ്ടും നമ്മുടെ സ്ക്രീനിലേക്ക് വരാണ്. ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ ഒരുപാട് ഷീറ്റുകളുണ്ട് എൻ്റെ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ഷീറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, നമ്മൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് നമ്മുടെ പേജ് അപ്പും ഉണ്ട്, പേജ് ഡൗൺ ഉണ്ട്. കണ്ടോ, പേജ് അപ്പ് ഉണ്ട്, പേജ് ഡൗൺ ഉണ്ട്. അപ്പോൾ അടുത്ത ഷീറ്റിലേക്ക് പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പേജ് ഡൗൺ പറഞ്ഞപ്പോൾ കൺട്രോൾ അമർത്തിപ്പിട്ട് പേജ് ഡൗൺ പറഞ്ഞപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, കണ്ടമാനം ഷീറ്റുകളുണ്ട്. ഓക്കെ, ഇതിൽ അപ്പോൾ കൺട്രോൾ പേജ് ഡൗൺ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയി, പേജ് അപ്പ് പറഞ്ഞപ്പോൾ കണ്ടോ മേലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഷോർട്ട് കീകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൽ കണ്ടമാനുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട ടോപ്പിക്ക് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൻ്റെ പേജാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ കൺട്രോൾ പേജ് അപ്പും കൺട്രോൾ പേജ് ഡൗൺ അടിച്ച് പോകേണ്ട കാര്യമില്ല. ഇതിവിടെ കണ്ടോ, ഇതിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ഷീറ്റിൻ്റെ പേരോടെ വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ കയറിയിട്ട് F എന്ന് അടിച്ച് കഴിഞ്ഞാൽ F വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റിന് കണ്ടോ, F വെച്ചപ്പോൾ F-മായി ബന്ധപ്പെട്ടൊക്കെ വരുന്നു. ഫിക്സഡ് അസറ്റ് ടോപ്പിക്ക് F വെച്ചിട്ട് ഫിൻ സിമ്പിൾ ഫിക്സഡ് അസറ്റ് ടോപ്പിക്ക് വീണ്ടും കണ്ടോ. ഞാൻ പേറോള് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പേറോള് കണ്ടോ. അപ്പോൾ നമുക്ക് P അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഷീറ്റിലേക്ക് എന്ത് ചെയ്യും, അത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇതിലുണ്ട് P വെച്ച്. ഇനി അതുപോലെ നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ ഇതിൽ ചെയ്തിട്ട് ഓക്കെ പറഞ്ഞാൽ നേരെ പേജിലേക്ക് പോയി. കണ്ടോ, വളരെ സിമ്പിളാണ്. ഇനി ഞാൻ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എനിക്ക് ഇനി എന്തിലേക്ക് വരണം, ഫസ്റ്റത്തേക്ക് തന്നെ വരണം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ പേജിലേക്ക് തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഓക്കെ പറഞ്ഞു, ഉടക്കി വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അറിയാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇതിൽ കുറേ ടാബുകൾ എടുക്കുന്നുണ്ട് അല്ലേ. ഈ ടാബിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ടാബുകൾ മാത്രം മതി. നിങ്ങൾക്കിപ്പോൾ ഈ റിവ്യൂ എന്ന് പറഞ്ഞ ടാബ് വേണ്ടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ദ റിബൺ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമില്ലാത്തത് അത് ഇവിടെ ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അൺടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് ടാബ് ഇൻസർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇപ്പോൾ നഫിൽ അക്കൗണ്ട്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. മനസ്സിലായോ? ഇവിടെ ന്യൂ ടാബ് കണ്ടോ, ന്യൂ ടാബ്, അതുപോലെ ന്യൂ ഗ്രൂപ്പ്, അതുപോലെ നമുക്ക് പുതിയ കമൻറ്റ്സ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ടിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ എന്ത് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ ഫംഗ്ഷനുകളായിട്ട് നമുക്ക് കാണാം. ബൈ.